ഹായ് ഗായ്സ്, നമ്മുടെ മെൽബൺ മ്യൂസിയത്തിലേക്കുള്ള വിസിറ്റ് രണ്ടാം ഘട്ടത്തിലെത്തിയേക്കാണ്. നമ്മളിത് മ്യൂസിയത്തിൻ്റെ അകത്തേക്ക് പ്രവേശിക്കാൻ പോവുകയാണ്. അപ്പോൾ ഇതാണ് എൻട്രി ഗേറ്റ്. നമ്മളൊരു വീക്കെൻഡായിരുന്നു നമ്മുടെ യാത്രയ്ക്ക് തിരഞ്ഞെടുത്തത്. അതുകൊണ്ട് തന്നെ മ്യൂസിയത്തിൽ സാമാന്യം നല്ല തിരക്കുണ്ടായിരുന്നു. 16 വയസ്സുവരെയുള്ള കുട്ടികൾക്ക് എൻട്രി ഫ്രീ ആണ്. ഇനി അഡൾട്ട്സിന് $15, സീനിയർ സിറ്റിസൺസിന് $10, കൺസെഷൻ ഉള്ളവർക്ക് ഫ്രീ എൻട്രി ആണ്. അപ്പോൾ ഇതാണ് നമ്മുടെ ടിക്കറ്റ് എടുക്കുന്ന ഏരിയ. മ്യൂസിയത്തിൻ്റെ അകത്ത് സാമാന്യം നല്ല തിരക്കുണ്ടായിരുന്നെങ്കിലും ടിക്കറ്റ് എടുക്കുന്നിടത്ത് പൊതുവേ ആൾക്കാർ കുറവായിരുന്നു. അതുകൊണ്ട് നമുക്ക് ഒരുപാട് നേരമൊന്നും ക്യൂ നിൽക്കേണ്ടി വന്നില്ല. ഇനിയൊരു മോസ്റ്റ് അമേസിങ് തിങ് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ മ്യൂസിയത്തിൽ ഒരു ലെഗോ സ്റ്റാർ വാറിൻ്റെ എക്സിബിഷൻ നടന്നുകൊണ്ടിരിക്കുകയാണ്. ലെഗോയുടെ സ്പെല്ലിംഗ് മാത്രം അറിയാവുന്ന എനിക്ക് എന്താണ് നടക്കുന്നതെന്ന് അറിയുന്നതിന് മുൻപേ അദ്വൈത് അതിന് ടിക്കറ്റ് ബുക്ക് ചെയ്തു. എന്തായാലും ലെഗോനെ പറ്റിയും സ്റ്റാർ വാറിനെ പറ്റിയും കാര്യമായിട്ട് ഒന്നും അറിയാതെ ഈ എക്സിബിഷൻ കാണാമെന്ന് ആദ്യത്തെ ആൾ ഞാനായിരിക്കും എന്ന് വിശ്വസിക്കുന്നു. 8 മില്യൺ ബ്രിക്സും 25,000 അവേഴ്സും എടുത്താണ് ബ്രിക്മാൻ ആൻഡ് ടീം ഇത് കംപ്ലീറ്റ് ചെയ്തത്രേ. ഇംഗ്ലീഷ് മൂവിയിലൊക്കെ കാണുന്ന സ്പേസ് ഷിപ്പിൻ്റെ എൻട്രി പോലുള്ള ഒരു ഡോറിൻ്റെ അകത്തൂടെ നമ്മൾ എന്തായാലും ലെഗോ സ്റ്റാർ വാറിലേക്ക് കടന്നു. നമ്മളെക്കാളും മുമ്പ് പരിപാടി കാണാനെത്തിയ നാട്ടുകാർ അക്ഷമരായിട്ട് അവിടെ വെയിറ്റ് ചെയ്യുന്നുണ്ട്. മുമ്പിലൊരു സ്ക്രീനൊക്കെ കണ്ടപ്പോൾ ഞാൻ വിചാരിച്ചു ഇതൊരു സ്ക്രീൻ ഷോ മാത്രമാണെന്ന്. പിന്നീടാണ് എനിക്ക് സംഭവം കത്തിയത്. അതായത് നമ്മൾ നിൽക്കുന്നതിന് ചുറ്റുമുള്ള 3 ചുവരുകളിലും ഗാലക്സിയിലെ നക്ഷത്രം വാരിയിട്ട പോലെ ഒരു തിളക്കം. അതായത് ഉത്തമ, ആ 3 സ്ക്രീനിലും 3 ടൈപ്പ് കാര്യങ്ങളാണ് നമ്മൾ കാണാൻ പോകുന്നത്. 3 സ്ക്രീനും കൂടെ ഒരുമിച്ച് കാണിച്ചാൽ നിങ്ങൾക്കൊന്നും മനസ്സിലാവില്ല എന്നുള്ളത് കൊണ്ട് തന്നെ ആ മുമ്പിൽ നിന്ന് വർത്തമാനം പറയുന്ന അപ്പച്ചനെ ഒഴിവാക്കി ഈ 2 സ്ക്രീനുകളിൽ ഏതെങ്കിലും ഒന്നിൽ ഫോക്കസ് ചെയ്യാൻ ഞാൻ ഉദ്ദേശിച്ചു. അതിനിടയ്ക്ക് 3 സ്ക്രീനും കൂടി ഒരുമിച്ച് ഓടി നടന്ന് കാണുന്ന കാണികളുടെ ഇടയ്ക്ക് പകുതി എനിക്ക് ഷാഡോയിലൂടെ മിസ്സായി. എന്നാലും ഞാൻ എൻ്റെ രീതിക്കൊരു കംഫർട്ടബിൾ സോൺ കണ്ടുപിടിച്ച് ഷൂട്ടിംഗ് ആരംഭിച്ചു. അപ്പോൾ ഈ ചുരുക്കത്തിൽ പറഞ്ഞാൽ ഈ സ്ക്രീനിൽ കാണിക്കുന്നതിൻ്റെ ഒറിജിനൽ രൂപങ്ങളാണ് നമ്മൾ കാണാൻ പോകുന്ന സംഭവം. അമേരിക്കക്കാരനായ ജോർജ് ലൂക്കാസ് ക്രിയേറ്റ് ചെയ്ത അമേരിക്കൻ എപ്പിക് സ്പേസ് ഒപ്പേറ മീഡിയ ഫ്രാഞ്ചൈസായ സ്റ്റാർ വാർ കമ്പൈൻഡ് വിത്ത് ലെഗോ ബ്രാൻഡ് ടു ക്രിയേറ്റ് ലെഗോ സ്റ്റാർ വാർ തീം. കുറച്ചുകൂടി വ്യക്തമായിട്ട് പറഞ്ഞിട്ടുണ്ടെങ്കിൽ വൈഡ് റേഞ്ച് ഓഫ് ബിൽഡിംഗ് സെറ്റ്സും മിനി ഫിഗേഴ്സും ഒക്കെ വെച്ച് സ്റ്റാർ വാർ ക്യാരക്ടേഴ്സിനെയും സ്റ്റാർ വാർ വെഹിക്കിൾസിനെയും സ്റ്റാർ വാർ യൂണിവേഴ്സിനെ തന്നെയും ഉണ്ടാക്കിയിരിക്കുന്നു. ഇനി ഈ എക്സിബിഷനിൽ 928 ലെഗോ ബിൽഡിംഗ് ടോയ് സെറ്റ്സും 1389 ലെഗോ മിനി ഫിഗേഴ്സും 6ഓളം ഗെയിമുകൾ അടങ്ങുന്ന എപ്പോണോമസ് വീഡിയോ ഗെയിം സീരീസും മൾട്ടിപ്പിൾ ആനിമേറ്റഡ് ഷോർട്ട് ഫിലിംസ് ആൻഡ് ടെലിവിഷൻ സീരീസും ഉൾപ്പെടുന്നത്രേ. അപ്പോൾ നമ്മൾ കാണാൻ പോകുന്ന ഒരു പൂരം തന്നെയാണ്. ഗെയിമേഴ്സിനും ലെഗോ ലവേഴ്സിനും ഒക്കെ ഇതൊരു അമേസിങ് എക്സിബിഷൻ തന്നെയായിരിക്കും. അങ്ങനെ ലെഗോ സ്റ്റാർ വാറിനെ പറ്റിയുള്ള ഇൻട്രൊഡക്ടറി ഷോ കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ തലയുടെ മുകളിലൊരു അനക്കം. കൗതുകം ലേശം കൂടുതലായതുകൊണ്ട് അതെന്താണെന്ന് അറിയാൻ അവിടെ തന്നെ നിന്നു. പതിയെ മറ നീക്കി എന്തോ പുറത്തു വരുന്നു. ഇംപ് സ്റ്റാർ എന്ന ഓമനപ്പേരിൽ അറിയപ്പെടുന്ന എംപെരിക്കൽ സ്റ്റാർ ഡിസ്ട്രോയർ എന്ന സ്റ്റാർ വാർ സ്പേസ് ഷിപ്പാണിത്. 4784ഓളം ടൈനി ലെഗോ പീസസ് വെച്ചാണ് ഈ ഒരു മോഡൽ ഉണ്ടാക്കിയിരിക്കുന്നതെന്ന് പറഞ്ഞാൽ നിങ്ങൾ വിശ്വസിക്കുമോ? ഇനി ഈ ഒരു മോഡൽ കണ്ടപ്പോൾ ഞാൻ എന്നാ ഓർത്തെന്ന് പറയട്ടെ. കഴിഞ്ഞ ദിവസം അദ്വൈതിന് ലെഗോയുടെ ഒരു കാർ മേടിച്ചു. ഏകദേശം ഒരു 200 ടൈനി പീസസ് ഉണ്ട് ചേർത്ത് വെക്കാനായിട്ട്. രാവും പകലും മൊത്തം ഇരുന്ന് പരിശ്രമിച്ചിട്ടും ഞങ്ങൾക്കത് ഉണ്ടാക്കാൻ പറ്റിയില്ല. പിന്നെ കിട്ടിയ പാർട്സുകൾ എവിടെയെങ്ങാണ്ടൊക്കെ കൂടി ചേർത്ത് എന്തൊക്കെയോ ഒരു രൂപം ഉണ്ടാക്കി തൃപ്തി അടഞ്ഞു. ആ ഒരു അനുഭവം വെച്ചിട്ട് ഇത് പണിത് അപ്പച്ചനെ ശിരസാ നമിക്കുന്നു. അപ്പോൾ കുറച്ചുകൂടെ ഡീറ്റെയിൽഡായിട്ട് കാണുന്നതിന് നമുക്ക് അകത്തേക്ക് പ്രവേശിക്കാം. അപ്പോൾ ഈ കാണുന്ന ഇരുണ്ട ഇടനാഴിയിലൂടെ അകത്തേക്ക് കയറുമ്പോൾ നമ്മൾ ചെല്ലുന്നത് വിശാലമായിട്ടൊരു ഷോറൂമിലേക്കാണ്. അപ്പോൾ ഈ ലെഗോ സ്റ്റാർ വാർ തീം കാണാനും ഫോട്ടോ എടുക്കാനും ഒക്കെ അത്യാവശ്യം നല്ല തിരക്കുണ്ട്. ആധികാരികമായി ഇതിനെപ്പറ്റിയൊന്നും എനിക്ക് വലിയ ബോധമില്ലാത്തതുകൊണ്ട് ഞാൻ അതിൻ്റെ എക്സ്പ്ലനേഷനിലേക്ക് കടക്കുന്നില്ല. പക്ഷേ ഇത് കണ്ടപ്പോൾ ഏതോ ഒരു ഇംഗ്ലീഷ് സിനിമയിലേക്ക് ഇറങ്ങിച്ചെന്ന അനുഭവമാണ് എനിക്കുണ്ടായത് കേട്ടോ.
അപ്പോൾ ഇത് കാണാൻ മാത്രമുള്ള പരിപാടിയല്ല കേട്ടോ. അവിടെ തൗസൻഡ്സ് ഓഫ് ലെഗോ പീസസ് വെച്ചിട്ടുണ്ട്. നമ്മുടെ ക്രിയേറ്റിവിറ്റി അനുസരിച്ച് നമുക്ക് എന്ത് രൂപം വേണേലും ഉണ്ടാക്കിയിട്ട് അവിടെ ഷോക്കേസ് ചെയ്യാനുള്ള കബോർഡുണ്ട്. അപ്പോൾ അവിടെ കൊണ്ടുപോയി നമുക്കത് ഡിസ്പ്ലേ ചെയ്ത് വെക്കാവുന്നതാണ്. അദ്വൈത് അങ്ങനെ ഒരു സന്ദർഭം നോക്കിയിരിക്കുമായിരുന്നു. കൈ കിട്ടിയതെല്ലാം പെറുക്കിയെടുത്ത് എന്തെല്ലാമോ ഉണ്ടാക്കുന്നുണ്ട്. ഞാൻ എൻ്റെ ക്യാമറ കണ്ണുകൾ കൊപ്പിയെടുക്കാൻ പറ്റിയ എന്തെങ്കിലും ഉണ്ടോ എന്ന് നോക്കി മുന്നോട്ട് നടന്നപ്പോഴാണ് ഇവിടെ എത്തിയത്. ഒരു എക്സ്ട്രാ ഓർഡിനറി ലെഗോ വർക്ക്. ഇതൊക്കെ കാണുമ്പോൾ അത്ഭുതം മാത്രമല്ല കേട്ടോ, ഇതുണ്ടാക്കിയവരോട് ഒരു റെസ്പെക്റ്റും കൂടെ ഫീൽ ചെയ്യുന്നുണ്ട്. എത്ര ഹാർഡ് വർക്ക് ആൻഡ് എഫേർട്ട് എടുത്തായിരിക്കും ഇവർ ഇതൊക്കെ ഉണ്ടാക്കിയേക്കുന്നത് അല്ലേ. 25,000 മണിക്കൂറുകൾ, അതായത് ഏകദേശം 3 വർഷത്തോളം സമയമെടുത്ത് ബ്രിക്മാൻ ആൻഡ് ടീമാണ് ഇത് ബിൽഡപ്പ് ചെയ്തിരിക്കുന്നത്. ലോകത്തെ തന്നെ ആദ്യത്തെ ലെഗോ സ്റ്റാർ വാർ എക്സിബിഷനാണിത്. ഈ ഒരു സ്റ്റാർ വാർ സ്കൾപ്ചേഴ്സും സ്റ്റാർ വാർ യൂണിവേഴ്സും ഒക്കെ കണ്ടു തീർക്കാനായിട്ട് നമുക്ക് ഏകദേശം ഒരു 45 മുതൽ 60 മിനിറ്റ് വരെ ആവശ്യമാണ്. അപ്പോൾ ഈ ഒരു ഏരിയ എനിക്ക് കുറച്ചുകൂടെ കളർഫുൾ ആൻഡ് അട്രാക്റ്റീവായിട്ട് തോന്നി. അപ്പോൾ ഇവിടെ നിൽക്കുന്ന ഈ 2 ലെഗോ ഗാർഡ്സിൻ്റെ നടുവിലുള്ള ചെയറിലിരുന്ന് പല പോസുകളിൽ നമുക്ക് ഫോട്ടോസ് എടുക്കാവുന്നതാണ്. അതേപോലെ തന്നെ നമ്മുടെ ഈ ഫ്രണ്ടിൽ കാണുന്ന ഒരു ബിൽഡിംഗ് ഏരിയയാണ്. അവിടെ ഒരുപാട് ലെഗോ പീസസ് വെച്ചിട്ടുണ്ട്. നമുക്ക് ഇഷ്ടമുള്ള രൂപങ്ങൾ ഉണ്ടാക്കി ഡിസ്പ്ലേയിൽ വെക്കാവുന്നതാണ്. അപ്പോൾ അങ്ങനെ നമ്മുടെ നാട്ടുകാരുടെ ഫോട്ടോ എടുക്കലിൻ്റെ തിരക്കൊക്കെ കഴിഞ്ഞ് കസേര ഒഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ അദ്വൈതിനെ അവിടെ പിടിച്ചെടുത്ത് ഞാൻ 2 ഫോട്ടോസ് എടുത്തു. നമ്മളായിട്ട് പതിവ് ആചാരങ്ങളൊന്നും തെറ്റിക്കേണ്ടെന്ന് വെച്ചു. കിട്ടിയ അവസരം പാഴാക്കാതെ അമ്മയും അദ്വൈതും അനിയേട്ടനും കൂടെ ലെഗോ സ്കൾപ്ചേഴ്സ് ഉണ്ടാക്കാനുള്ള തിരക്കിലാണ്. അന്തവും കുന്തവും ഇല്ലാത്ത ലെഗോ പീസസുകൾ നോക്കി നെടുവീർപ്പിട്ടുകൊണ്ട് എൻ്റെ ക്യാമറ കണ്ണുകളുമായി ഞാൻ പുറത്തേക്ക് നടന്നു. അപ്പോഴാണ് എൻ്റെ പുറകിൽ സ്ക്രീനിൽ കൂടി എന്തോ ഓടിക്കളിക്കുന്നത് കണ്ടത്. സ്പേസ് ഷിപ്പുകളാണ്, ഡിജിറ്റൽ വ്യൂ. ഇതാ ഇവിടെ ഒരു സ്കൾപ്ചർ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. അതിനു ചുറ്റും ലെഗോ പീസസുകളും ലെഗോ ഉണ്ടാക്കാനുള്ള ബിൽഡിംഗ് ഏരിയകളും ഉണ്ട്. അതേപോലെ തന്നെ അതിൻ്റെ മുൻപിലായിട്ടൊരു ഷോക്കേസ് ഉണ്ട്. നമ്മൾ ഉണ്ടാക്കിയ പീസുകൾ അവിടെ വെക്കാവുന്നതാണ്. ഏതായാലും ആ കസേരയിൽ ഇരുന്ന് സെൽഫി എടുക്കാൻ പറ്റാത്ത വിഷമത്തിൽ തലങ്ങും വിലങ്ങും വട്ടത്തിലും നീളത്തിലും നടന്ന് ഞാനൊരു സെൽഫി വീഡിയോ എടുത്തു. കാരണം എൻ്റെ ഒഫീഷ്യൽ ഫോട്ടോഗ്രാഫേഴ്സ് എല്ലാം അവിടെ ലെഗോ പീസസ് വെച്ച് സ്കൾപ്ചേഴ്സ് ഉണ്ടാക്കാനുള്ള തിരക്കിലായിരുന്നു. അവിടുന്ന് നമ്മൾ എത്തിയത് മില്ലേനിയം ഫാൽക്കൺ കോക്ക്പിറ്റിലേക്കാണ്. വൺ ഓഫ് ദ വണ്ടേഴ്സ് ഐ ഹവ് സീൻ ദെയർ. ഒരു സ്പേസ് ഷിപ്പ് ലൈവായിട്ട് ഓപ്പറേറ്റ് ചെയ്ത അനുഭവം തരും ഈ കോക്ക്പിറ്റ് നിങ്ങൾക്ക്. ഇനിയിപ്പോൾ നിങ്ങൾക്ക് ഈ ലെഗോ ബിൽഡ് ചെയ്യുന്നതിനെ പറ്റി കാര്യമായിട്ടുള്ള അറിവൊന്നും ഇല്ലെങ്കിൽ അവിടെ റെപ്രസെൻറ്റേറ്റീവ്സ് ഉണ്ട്. അവർ നമ്മളെ ഹെൽപ്പ് ചെയ്യും. എങ്ങനെയാണ് ഇത് ബിൽഡ് ചെയ്യേണ്ടതെന്നൊക്കെ ഒരു ചെറിയ ക്ലാസ്സൊക്കെ അവരെടുത്ത് തരും. അവരെയും കടന്ന് മുന്നോട്ട് നടന്നപ്പോഴാണ് നമ്മളിത് ഇങ്ങനെയൊരു സ്ഥലത്തേക്ക് എത്തിയത്. അപ്പോൾ ഈ ഹരിതാഭമാർന്ന് കാണുന്നതാണ് ലെഗോ ലാൻഡ്സ്കേപ്പ്. എന്താലേ. അപ്പോൾ ഇത് കുറച്ചുകൂടെ അടുത്തേക്കൊക്കെ ചെന്ന് കണ്ടു കഴിഞ്ഞപ്പോൾ എനിക്ക് അദ്വൈതിൻ്റെ മൈൻഡ് ക്രാഫ്റ്റ് ഗെയിമൊക്കെ ഓർമ്മ വന്നു. ഏകദേശം അതേപോലെയൊക്കെ തോന്നുന്നു. കാടിൻ്റെ നടുക്കൊരു ലെഗോ ട്രൈബൽ വില്ലേജ് തന്നെ അവരുണ്ടാക്കിയിട്ടുണ്ട്. അപ്പോൾ പണി കഴിയുന്നവർക്ക് ബിൽഡ് ചെയ്യാൻ ഇവിടെയും വെച്ചിട്ടുണ്ട് ലെഗോ പീസസ്. കിട്ടിയ അവസരങ്ങളൊന്നും പാഴാക്കാതെ ഇവിടെയും നമ്മുടെ പണിക്കാർ പണിയുന്നുണ്ട് പേരറിയാത്ത എന്തൊക്കെയോ സാധനങ്ങൾ. എന്നെക്കൊണ്ട് പറ്റുന്ന രീതിക്കൊക്കെ ക്യാമറ കണ്ടുകൊണ്ട് അതൊക്കെ ഒപ്പിയെടുത്തു ഞാൻ.
അങ്ങനെ കണ്ണു നിറയെ വിസ്മയ കാഴ്ചകൾ സമ്മാനിച്ച ലോകത്തിലെ ആദ്യത്തെ ലെഗോ സ്റ്റാർ വാർ എക്സിബിഷൻ കണ്ടു കഴിഞ്ഞ് നമ്മൾ പുറത്തേക്ക് ഇറങ്ങുകയാണ്. അപ്പോളേ നമ്മുടെ മ്യൂസിയത്തിൻ്റെ ഒരു ഭാഗത്തെ കാഴ്ച മാത്രമേ ആയിട്ടുള്ളൂ. കൂടുതൽ മ്യൂസിയം വിശേഷങ്ങളുമായി അടുത്ത വീഡിയോയിലൂടെ കാണാം.